സ്വരാജ് സർ വോട്ടു. മൺപാത്ര നിർമ്മാണത്തിൽ രാജ്യാന്തര പ്രശസ്തി നേടിയ ഗ്രാമമാണ് നിലമ്പൂരിലെ അരുവാക്കോട്. കുടുംബശ്രീയുടെ സഹായത്താൽ ലോൺ എടുത്ത് മൺപാത്ര നിർമ്മാണ യൂണിറ്റ് തുടങ്ങി. 15ഓളം പേർക്ക് തൊഴിൽ നൽകി. സ്വന്തമായി വിജയത്തിന്റെ പടവുകൾ കയറിയിരിക്കുകയാണ് വിജയകുമാരി. എൻ്റെ പേര് വിജയകുമാരി. ഞങ്ങൾ നിലമ്പൂർ കൊളക്കണ്ട എന്ന സ്ഥലത്ത് മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്യുന്നതാണ്. ഞാനൊരു സംരംഭയാണ്. ഞാൻ ഒരു കുടുംബശ്രീയുടെ ലോൺ എടുത്തിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. ഇന്ന് 10-15 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അതിൽ 9 സ്ത്രീകളാണ്, ബാക്കി പുരുഷന്മാരും. ഞങ്ങളുടെ ഈ തൊഴിലിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുതിയ തലമുറ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അത് നമുക്കിത് ഈ പഠിച്ചെടുക്കാൻ 2-3 വർഷം എടുക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് മൺപാത്ര നിർമ്മാണം. അത് സ്കിൽ വർക്കാണ്. ആ വർക്ക് പഠിച്ചെടുക്കണമെങ്കിൽ ഒരു 3 വർഷമെങ്കിലും ആവും. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഈ ട്രെയിനിങ് സംവിധാനം വന്നാൽ മാത്രമേ കുട്ടികൾ നമുക്ക് ഇതിലേക്ക് വരുള്ളൂ. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ദിവസം 2000 രൂപയെങ്കിലും വരുമാനം കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു തൊഴിലാണിത്. കാരണം ഇത് എല്ലാ സ്ഥലത്തും ഇത് അന്യം നിന്ന് പോവുകയാണ്. ഇതിലേക്ക് കുട്ടികൾ വരുന്നില്ല. ഇതിന് ഒരു സാലറി കിട്ടുന്നില്ല. ഇതിൻ്റെ ഒരു ട്രെയിനിങ് സർക്കാർ തലത്തിലൊരു ട്രെയിനിങ് വരുമ്പോഴേ അവർക്കൊരു സാലറി കിട്ടാനും ഇത് പഠിച്ചെടുക്കാനും കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ ഇതിലേക്ക് വരാത്തതും വയസ്സായ ആളുകൾ മാത്രം ഈ കുലത്തൊഴിലായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ പാത്രങ്ങൾ ഒരു രാസവസ്തുക്കളൊന്നുമില്ല, കെമിക്കലൊന്നുമില്ലാതെ നല്ല കളിമണ്ണ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക്, അലുമിനിയം ഒക്കെ നമുക്ക് കെമിക്കലായിട്ടുള്ള പാത്രങ്ങളാണ്. അപ്പോൾ അതിന്ന് മാറിയ ആളുകളൊക്കെ ഇതിലേക്ക് മാറാം. മൺപാത്രത്തിൽ മാറി ക്യാൻസർ അങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോൾ മൺപാത്രം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തുടങ്ങുമ്പോൾ അത്രയ്ക്കും പാത്രങ്ങൾ ഉണ്ടാക്കി വിപണിയിൽ ഇറക്കാനുള്ള ആളുകൾ കുറവാണ്. അപ്പോൾ അത് ആയിട്ട് വരണമെങ്കിൽ നമുക്ക് പുതിയ കുട്ടികൾ ഇതിലേക്ക് എല്ലാവരും വലിയ ജോലിക്കാരായി മാറണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അല്ലാത്ത കുട്ടികൾ ഈ മൺപാത്ര നിർമ്മാണ മേഖലയിലേക്ക് വരണം. അത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സർക്കാർ തന്നെ വിചാരിക്കണം. അപ്പോൾ സ്വരാജ് ഇതിനെല്ലാം നമ്മുടെ കൂടെ നിൽക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പുതിയ ട്രെയിനിങ് സംവിധാനം വരാനും ഈ മൺപാത്ര നിർമ്മാണത്തിൻ്റെ മണ്ണ് കിട്ടാനുള്ള സംവിധാനവും എല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അന്യം നിന്ന് പോയേക്കാവുന്ന കുലത്തൊഴിൽ നിലനിർത്തുവാനും ആധുനിക രീതിയിലേക്ക് മൺപാത്ര മേഖലയെ എത്തിച്ച് നിരവധി പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനും മൺപാത്ര നിർമ്മാണത്തിന് സാധിക്കുമെന്നും അതിനായി സ്വരാജിലൂടെ ഇടതുപക്ഷം നിലമ്പൂരിൽ ജയിക്കണമെന്നും വിജയകുമാരിയിലൂടെ അരുവാക്കോട് പറയുന്നു.